വയനാട്ടിലേക്കാണ്. DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ പുതിയ വെളിപ്പെടുത്തൽ. മകന്റെ നിയമനത്തിനായി 17 ലക്ഷം രൂപ DCC വാങ്ങിയെന്ന് സുൽത്താൻ ബത്തേരി അർബൻ ബാങ്കിൽ നിയമനത്തിന് പണം നൽകി കബളിപ്പിക്കപ്പെട്ട ഐസക് താമരച്ചാലിൽ റിപ്പോർട്ടറിനോട് വെളിപ്പെടുത്തി. നിരന്തരം DCC നേതൃത്വത്തെ സമീപിച്ചതിനെ തുടർന്ന് തിരികെ നൽകിയത് 8,60,000 രൂപയാണ്. പുതിയ ഭരണസമിതി ചുമതലയേറ്റ് മകന് ജോലി നൽകില്ലെന്ന് പറഞ്ഞതോടെയാണ് വഞ്ചിക്കപ്പെട്ടതായി തിരിച്ചറിഞ്ഞതെന്നും ഐസക് താമരച്ചാലിൽ പറയുന്നു. ദീപക് മോഹനുണ്ട് വിശദാംശങ്ങളുമായി. ദീപക്, ഇപ്പോഴിതാ ഗുരുതരമായ ആരോപണം, അതിൽ 17 ലക്ഷം രൂപ DCC വാങ്ങിയെന്ന വെളിപ്പെടുത്തലുമായി ഐസക് താമരച്ചാലിൽ എന്നയാൾ എത്തുന്നു രംഗത്ത്. എന്താണ് അദ്ദേഹം പറയുന്നത്? കൂടുതൽ പണം വാങ്ങി എന്നതിന്റെ വ്യക്തമായ വിവരങ്ങൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്, അല്ലേ? വിനീത, ഈ DCC ട്രഷറർ NM വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട് വലിയ ദുരൂഹതകൾ ഉണ്ടെന്നുള്ളത് നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് കോളിയാടി സ്വദേശിയായ ഐസക് താമരച്ചാൽ എന്ന ആളാണ്. അദ്ദേഹം ഈ തൻ്റെ മകൻ്റെ ബാങ്കിലെ നിയമനത്തിനു വേണ്ടി DCCക്ക് പണം നൽകിയെന്ന് നമ്മളോട് പറയുന്നുണ്ട്. കൂടുതൽ കാര്യങ്ങൾ ഐസക് ഏട്ടൻ തന്നെ പറയും. എന്താ ഐസക് ഏട്ടാ ശരിക്കും യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഞാൻ ഒരു കോൺഗ്രസ് പ്രവർത്തനമാണ്. 2013 ഞാൻ ഇവർക്ക് എൻ്റെ മോൻ ഇവിടെ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കിൽ താൽക്കാലിക ജോലി. അങ്ങനെ ചില ആളുകൾ അവിടെ പലരായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് സ്ഥിരം ജോലി കിട്ടുന്നതിന്, ബാങ്കിൽ ജോലി കിട്ടുന്നതിന് ഒരു മാർഗ്ഗമുണ്ട്. അവർ പരിചയപ്പെട്ട ഒരാൾ അങ്ങനെ ഈ പ്രേമൻ എന്ന് പറഞ്ഞ ആളുടെ ഞാൻ പറഞ്ഞുകൂടാം, പ്രേമൻ പറഞ്ഞുകൂടാം. എന്നിട്ട് പ്രേമൻ എൻ്റെ അടുത്ത് വന്നു. പ്രേമൻ എന്ന് പറഞ്ഞാൽ UK പ്രേമൻ, അദ്ദേഹം പിന്നെ ഒരു സജീവ കോൺഗ്രസ് പ്രവർത്തനമാണ്. അപ്പോൾ അദ്ദേഹം എന്നെ സമീപിച്ചു. അയാൾ പറഞ്ഞു, നിങ്ങൾക്ക് ജോലി തരാം, വലിയ പ്രശ്നമൊന്നുമല്ല, നിങ്ങൾക്ക് ജോലി കിട്ടും. എന്ത് ചെയ്യണം? നിങ്ങൾ ICC ബാങ്കിലാണ്, ആ ബാങ്കിലാണ് ജോലി കിട്ടുന്നത്. അവിടെ ക്ലർക്ക് പോസ്റ്റാണ് ജോലി. ക്ലർക്ക് പോസ്റ്റിന് 12 ലക്ഷം രൂപ നിങ്ങൾ മുടക്കണം. 12 ലക്ഷം രൂപ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 60,000 രൂപ വരെ ശമ്പളം കിട്ടുന്നതാണ് താൽക്കാലം ഇപ്പോൾ നില വരുന്നത്. ഒരു കൊല്ലം കൊണ്ട് 60,000. അപ്പോൾ തുടങ്ങുമ്പോൾ ഒരു 30 തുടങ്ങിക്കഴിഞ്ഞാൽ 60 ഉറുപ്പിക കിട്ടും. ഒരു കൊല്ലം 2 കൊല്ലം കഴിഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് മുടക്കേണ്ട പൈസ ഇപ്പോൾ 12 ലക്ഷം രൂപയാണ്. ഈ 12 ലക്ഷം രൂപ മുടക്കാൻ നിങ്ങൾക്ക് ജോലി കിട്ടും. അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ സ്ഥലം വിറ്റു, ലോൺ എടുത്തു. ഇതൊക്കെ കൂടിയിട്ട് 12 ലക്ഷം, 4 ലക്ഷം രൂപ പ്രേമൻ്റെ കയ്യിൽ ആദ്യം കൊടുത്തു, രണ്ടാമത് 8 ലക്ഷം കൊടുത്തു റിസീറ്റ് ചെന്നതിൻ്റെ ഉറപ്പിൽ. അങ്ങനെ ഈ 12 ലക്ഷം രൂപ അവരുടെ കയ്യിൽ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇവർ ജോലിയും തരുന്നില്ല, പൈസ തരുന്ന തീരുമാനമാവുന്നില്ല. അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോഴാണ് പറഞ്ഞത് 2014 ലോകസഭാ ഇലക്ഷൻ വന്നു. ഈ ലോകസഭാ ഇലക്ഷൻ വന്നപ്പോൾ എന്തിട്ട് അന്ന് ICICI ബാങ്കിൽ ജോലി തരാമെന്ന് പറയുന്ന സമയത്ത് കോൺഗ്രസ് ആയിരുന്നു ഭരണത്തിൽ. പിന്നീട് കോൺഗ്രസ് മാറി ഭരണം. ഈ 2014 ഇലക്ഷൻ വന്നു. അപ്പോൾ കോൺഗ്രസ് തോറ്റു, ഈ BJP ഭരണത്തിൽ വന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഇവർ പറഞ്ഞത് ഇനി ഭരണം മാറിയതുകൊണ്ട് ഇനി ആ ബാങ്കിൽ ജോലി കിട്ടൂല. അതുകൊണ്ട് അന്നേരം അങ്ങനെ നടന്നു പറഞ്ഞാൽ പരിഹാരം ഉണ്ടാക്കി തരാൻ വേണ്ടി കുറേ നടത്തി. അപ്പോഴാണ് 2016 ഇവിടെ ഒരു ഇൻ്റർവ്യൂ തന്നെ അർബൻ ബാങ്കിൽ പത്തിൽ നിങ്ങൾക്ക് അതിലേക്ക് തരാം എന്ന് പറഞ്ഞ് ഇവരെന്നെ അതിൽ എഴുതാൻ പറഞ്ഞു. മോനെ പോയി പരീക്ഷ എഴുതി വന്നു കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? അവന് കിട്ടിയില്ല, ജോലി കിട്ടിയില്ല. അത് പിന്നീട് അന്വേഷിച്ച് നോക്കി പറയുകയാണ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല, കാരണം അവന് ക്വാളിഫിക്കേഷൻ കൂടുതലാണ്, അത് പിയോൺ ടെസ്റ്റാണ്. എത്ര ലക്ഷം മൊത്തം കൊടുത്തു? 17 ലക്ഷം രൂപ ഇവർക്ക് കൊടുത്തു. കോൺഗ്രസ് നേതൃത്വം അല്ലെങ്കിൽ DCC അവർ അറിഞ്ഞിട്ട് തന്നെയാണോ? DCCൻ്റെ ട്രഷറാണ് NM വിജയൻ. ട്രഷറിനെ എപ്പോഴും പറഞ്ഞു, ഞാൻ DCC തീരുമാനിക്കുന്നത് പോലെ എനിക്ക് ചെയ്യാൻ കഴിയുള്ളൂ, ഞാനുള്ള തീരുമാനമല്ല. അത് സീറ്റിൽ ചെന്നാണെങ്കിലും പ്രേമനാണെങ്കിലും പറയും ഇത് DCCയുടെ തീരുമാനം, ഞങ്ങളുടെ തീരുമാനം. അവർ നിങ്ങൾക്കെന്ത് പോകാറുള്ളൂ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ നമ്മളൊരു പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിക്കാരാണ്, നമുക്കറിയാമോ DCCയുടെ തീരുമാനം നടക്കുള്ളൂ. പണം ആർക്കാ കൈമാറിയത്? ഞാൻ ആദ്യം പ്രേമനാണ് 4 ലക്ഷം കൊടുത്തത്. 28 ലക്ഷം രൂപ സീറ്റിൽ ചെന്നാണ്. പിന്നെ ഈ 8 ലക്ഷം പിന്നെ ബാക്കി പിന്നെ മൂന്നാമത് കൊടുക്കുന്നു ചന്ദ്രൻ്റെ കയ്യിൽ തന്നെയാണ്. അത് 3 പേർക്ക് ഉത്തരവാദിത്തോടെ ഇവരെപ്പോഴും പറയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഈ മരിച്ച NM വിജയനുമായിട്ട് നിങ്ങൾ സംസാരിച്ചപ്പോൾ ജോലി തരുന്നതാണ്. മരിക്കുന്നതിന് ഒരു മാസം 1.5 മാസം മുമ്പ് സംസാരിച്ചപ്പോൾ പറഞ്ഞു നിങ്ങൾ ജോലി തരാം, നിങ്ങൾക്ക് ഒരു കാശം ഞാൻ ഒഴിവാക്കില്ല. പരുതരുന്ന അയാൾ പറയുള്ളൂ, ഇപ്പോഴും മാറ്റി അയാൾ പറയില്ല, തരാമെന്ന് പറയുള്ളൂ, തരില്ലെന്നവർ പറഞ്ഞിട്ടില്ല. ഈ പുതിയ ഭരണസമിതി വന്നപ്പോൾ ഈ 2022 പുതിയ ഭരണം വന്നു. അവർ വന്നപ്പോൾ ഇപ്പോഴത്തെ നിലവിലുള്ള ഭരണം അവർ പഴയ ഭരണസമിതി മാറി പുതിയ ആൾ അർബൻ ബാങ്കിൽ വന്നു. അപ്പോൾ എന്ത് ചെയ്തു? ഇവർ പറഞ്ഞു ഒരിക്കലും തരില്ല, പൈസ കൊടുത്തു ഒരു തരില്ല തീർത്തും അവർ പറഞ്ഞു. നമ്മളറിയുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ എൻ്റെ പൈസയ്ക്കുള്ള ബന്ധപ്പാടേ പൈസ വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ജോലിയും പോയി 13 വർഷവും പോയി, 10 വർഷം പോയില്ലേ. അപ്പോൾ എനിക്ക് ഈ സാധനം ഈ പൈസ കിട്ടാണ്ടിരിക്കാൻ പറ്റില്ല, അപ്പോൾ എനിക്ക് നഷ്ടമടക്കും, എനിക്ക് തന്നെ വന്നു.
അപ്പോൾ തരാതെ പറഞ്ഞിങ്ങനെ പോയി. അങ്ങനെയാണ് പിന്നെ 2019 22 ഒച്ചപ്പാടും ബഹളവും ഒക്കെ കൂടി കഴിഞ്ഞപ്പോഴാണ് ഇവർ ഈ പിന്നെ മധ്യസ്ഥമാർ മറിച്ചിട്ട് അയാളുടെ കയ്യിൽ ഒരു 8,60,000 വന്നിട്ടുണ്ട് ഈ സീറ്റിൽ ചെന്നിട്ട് പൈസ. അപ്പോൾ അങ്ങനെ ആ 8,60,000 എനിക്ക് തന്നതിൽ ഈ 17 ലക്ഷത്തിൽ 8,60,000 തന്നു. ഈ വയനാട് DCC അധ്യക്ഷൻ ND അപ്പച്ചൻ അതുപോലെ തന്നെ IC ബാലകൃഷ്ണൻ ഇവരൊക്കെ ഈ കാര്യമായിട്ട് ബന്ധപ്പെട്ടു? ഇവർക്ക് കാര്യമായിട്ട് എന്നിൽ ബന്ധപ്പെട്ടില്ല. അവർക്ക് അറിയാൻ ഇവരെപ്പോഴും പറയുന്നു. ഈ സീറ്റ് ചന്ദ്രൻ പറയുന്നു DCCയുടെ നേതൃത്വത്തിലാണ് കൊടുക്കുന്നത്. ചന്ദ്രൻ പറയുന്നു, പ്രേമം പറയുന്നു, ഇവരോടൊക്കെ. പിന്നെ തന്നെയല്ല, കോൺഗ്രസ്സിൽ ഏകദേശം ബത്തേരിയുള്ള എല്ലാവർക്കും ഏകദേശം ഇതൊക്കെ അറിയാം ഈ പൈസേൻ്റെ കാര്യം. പിന്നെ ICൻ്റെ PA സംസാരിച്ച വിഷയമാണ്. അവരൊന്നും അംഗീകരിക്കില്ല, അവരൊന്നും അങ്ങനെ പറയില്ല. ഞാനൊരു പരാതി പിന്നെ സിദ്ദീഖിന് കൊടുത്തായിരുന്നു. T സിദ്ദീഖ് വർക്കിംഗ് പ്രസിഡൻ്റാണ്. അദ്ദേഹത്തിന് കൊടുത്തപ്പോഴും പ്രതികാരം ഉണ്ടായില്ല. അയാൾ പറഞ്ഞു അങ്ങനെ ഇടപെടാൻ പെട്ടെന്ന് കഴിയാൻ കഴിയില്ല, പാർട്ടി ചെയർമാനായിട്ട് ഇടപെടാനോ തടസ്സങ്ങളുണ്ട്. അവർ നേരിട്ട് വർത്തമാനം പറയാൻ കിട്ടിയിട്ടില്ല. പണം തിരിച്ചു കിട്ടണ്ടേ? പണം കിട്ടണം. ഇപ്പം എന്താ വെച്ചാൽ ഇതുകൊണ്ടാണല്ലോ ഞാൻ ഇത്ര സന്നദ്ധമായിട്ട് നിങ്ങളുടെയൊക്കെ മുന്നിൽ വന്ന് ലോകത്തെ അറിയാൻ തീരുമാനിച്ചത്. കാരണം ഞാനൊരു നിരപരാധിയാണ്. ഞാനൊരു ത്യാഗം, ഒരു 10 പൈസ വേറെ ഉണ്ടാക്കിയല്ല, ഈ മണ്ണിൽ അധ്വാനിച്ച് ഉണ്ടാക്കിയ പൈസ ത്യാഗം സഹിച്ച് ഓരോ പൈസയ്ക്ക് ഓരോ വേർപ്പിൻ്റെ പൈസ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് എന്താ ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ഇപ്പം നിങ്ങളെപ്പോലുള്ള ആളുകൾ പറഞ്ഞു തരും. കാരണം ഇപ്പോൾ ഇവരൊന്നും കിട്ടാൻ പോയതല്ലേ, NM വിജയൻ പോയി. DCCക്ക് ഉത്തരവാദിത്തമല്ലേ. ഈ DCCൻ്റെ കോൺഗ്രസിൻ്റെ പ്രത്യേകത വെച്ചാൽ നേതൃത്വം വിട്ട് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് യാതൊരു വിലയൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും അങ്ങനെയാണ് കളിക്കുന്നത്. ഇവർക്ക് അല്ലെങ്കിൽ ഞങ്ങളുടെ പൈസ ഇട്ടാനുള്ള തീരുമാനം ഇനി മീഡിയാസും നാട്ടുകാരും പാർട്ടി മറ്റുള്ള പൊതുജനങ്ങളും ഒക്കെ കൂടി സഹകരിച്ച് ഞങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാക്കി തരണം. റിക്വസ്റ്റ്, വേറെ റിക്വസ്റ്റ്. കാരണം ഈ ND അപ്പച്ചനോട് ചോദിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട്? ചോദിച്ചിട്ടില്ല. എന്നോട് ഞാൻ കുറേ പേരൊക്കെ പലരൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചില്ല. കാരണം ചോദിക്കാൻ ഞാൻ കൽപ്പറ്റ കുറേ പ്രാവശ്യം പോയതാണ്. നേരിട്ട് കിട്ടാൻ കിട്ടില്ല. കാരണം ഫ്രീ ആയിട്ട് ഒരു ദിവസം കിട്ടിയെങ്കിലല്ലേ ഇവർക്ക് ചോദിക്കാൻ പറ്റുള്ളൂ. കൂടുതൽ നിൽക്കുന്ന പാർട്ടി പരിപാടി മറ്റേ വരുമ്പോൾ ചോദിക്കാൻ പറയാൻ പറ്റില്ലല്ലോ. ചോദിച്ചിട്ട് മൈൻഡ് പോയില്ല. അപ്പോൾ അങ്ങനെയൊന്നും ചോദിച്ചില്ല, പറഞ്ഞിട്ടില്ല. DCC നേതൃത്വം അറിഞ്ഞുകൊണ്ട് തന്നെ അറിയുന്നുണ്ട്. ഇവർ കൂടെ പറയുന്നു. അനല്ലി അല്ലെങ്കിൽ ഇവിടെ കിടന്നല്ലോ മുൻപ് പറഞ്ഞിട്ടുണ്ട്. എന്തോ എന്നെ വെച്ച് സ്ഥിരം പറയും ഞാൻ ട്രഷറാണ്, എനിക്ക് കമ്മിറ്റി എടുക്കാൻ തീരുമാനം അറിയുള്ളൂ. DCC എടുക്കാൻ ഗുരുതര ആരോപണം തന്നെയാണ് ഉയർത്തിയിരിക്കുന്നത്. പകുതി പണം തിരികെ നൽകിയിട്ടില്ല, 18 ലക്ഷം രൂപ നൽകിയതിൽ എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഐസക് താമരശാലി പറയുന്ന പ്രധാനപ്പെട്ട കാര്യവും. നമുക്ക് ദീപക് മോഹനിലേക്ക് എത്തണം.